Good morning. Good morning, ma'am. Morning. Good morning, ma'am. Morning. Good morning, Miss. Morning. Good morning, Miss. Morning. Morning. സിമി കേൾക്കുന്നുണ്ടോ? സിമി കോൺവൊക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ. വന്നിരുന്നോ? ഇല്ല. ഇല്ല മാം. ടീം അടിപൊളിയായിരുന്നു കേട്ടോ. ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ ഫോട്ടോസ് വീഡിയോസ് ഫോട്ടോസ് ഒക്കെ കണ്ടായിരുന്നു മാം. മിസ് ചെയ്തു. എന്തോ പറഞ്ഞു? അല്ല, ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, മിസ് ചെയ്തു. മിസ് ചെയ്തു. പ്രോഗ്രാം മിസ് ചെയ്തു. വരാൻ വേണ്ടി നിങ്ങളുടെ കഴിയുമ്പോ. ഗുഡ് മോർണിംഗ്. ഒരു 2-3 പേര് പറഞ്ഞു, കുറച്ചുപേരെ കാണാൻ പറ്റിയില്ല മിസ്. PG-യിലുള്ളവരെ. ബോയ്സ് ഉണ്ടായിരുന്നു, കുറെ ബോയ്സ് ഉണ്ട്. നമ്മുടെ ക്ലാസ്സിൽ തന്നെ ഇത്രയും ബോയ്സ് ഉണ്ടെന്നുള്ളത് അറിയാൻ പാടില്ലായിരുന്നു. 15 ബോയ്സുകളും ഉണ്ടായിരുന്നു. PDF കാണാൻ പാടില്ല. മോർണിംഗ് ക്രിസ്റ്റീന. നിങ്ങളെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് വരുന്നത് കൺട്രോളിംഗ് മെയിൻ്റനൻസ് കോസ്റ്റ്. കൺട്രോളിംഗ് മെയിൻ്റനൻസ് കോസ്റ്റ്. Although lives must be saved and patients undoubtedly deserve the best care, the fact is that, like any other industry, healthcare is subject to budgetary constraints and financial scrutiny. It is not secret that hospitals are expensive to run, with US hospitals taking the lead worldwide. നമ്മള് ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിട്ട് മറ്റ് ഇൻഡസ്ട്രീസിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടത്തേക്കാൾ കൂടുതൽ മറ്റ് ഇൻഡസ്ട്രീസിനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത്, പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കട്ടോ. മറ്റ് ഇൻഡസ്ട്രീനെ നമ്മൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് മറ്റ് ഇൻഡസ്ട്രീനേക്കാളും കൂടുതൽ കോസ്റ്റ്സ് അല്ലെങ്കിൽ ബഡ്ജറ്റ് വേണ്ടി വരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു മേഖലയാണ് ഹോസ്പിറ്റല്, അല്ലെ? അതായത് ജീവരക്ഷ
കേൾക്കുന്നില്ലേ നിങ്ങള്? ബ്രേക്ക് ചെയ്യാൻ പോകുന്നത് പറയണം കേട്ടോ. കാരണം രോഗികൾക്ക് മികച്ച പരിചരണം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു ഡിപ്പാർട്ട്മെന്റ് വർക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു മേഖല വർക്ക് ചെയ്യുന്നത് അല്ലെ. അപ്പൊ അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്ത് വരുന്നത്, കോസ്റ്റസ് വരാനുള്ള സാധ്യതയുള്ളത്. ഓക്കെ, അപ്പൊ ഹെൽത്ത് കെയർ സിസ്റ്റം അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി ആണ് മറ്റേത് ഇൻഡസ്ട്രീസിനേക്കാൾ നോക്കിയാലും ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് വരുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സീക്രട്ട് ദാറ്റ് ഹോസ്പിറ്റൽസ് ആർ എക്സ്പെൻസീവ് ടു റൺ. അപ്പോ ഒരു ഹോസ്പിറ്റൽ പ്രവർത്തിക്കാനുള്ളത് ചെറിയ പൈസയിൽ ഒതുങ്ങുന്ന ഒരു കാര്യമല്ലാന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സുകൾ ഒരുമിച്ച് വരുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പൊ അവിടെ ചെറിയൊരു പൈസ, ചെറിയൊരു എമൗണ്ടിലല്ല അവിടെ ഒരു ബഡ്ജറ്റ് പോകുന്നത്. അത്യാവശ്യം എന്താണ്, എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു പൈസ തന്നെ അവിടെ, അല്ലെങ്കിൽ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ബഡ്ജറ്റ് ആണ് എന്തിൽ വരുന്നത്, ഹെൽത്ത് കെയർ സെറ്റിംഗ്സിൽ പ്രധാനമായിട്ടും വരുന്നത്. ഓക്കെ, അത് നമ്മൾ ഒരിക്കലും മറച്ചു വെക്കേണ്ട അല്ലെങ്കിൽ രഹസ്യാത്മകമാക്കേണ്ട ഒരു കാര്യമല്ല, എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. ഹോസ്പിറ്റലിലെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മറ്റ് ഇൻഡസ്ട്രീസിനേക്കാളും കൂടുതലാണ്. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് വിത്ത് US ഹോസ്പിറ്റൽസ് ടേക്കിംഗ് ദ ലീഡ് വേൾഡ് വൈഡ്. ഏറ്റവും ബെസ്റ്റ് ബഡ്ജറ്ററി അല്ലെങ്കിൽ ബെസ്റ്റ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഏതാണ്? വേൾഡ് വൈഡിൽ നോക്കുവാണെങ്കിൽ US ഹോസ്പിറ്റലാണ് ലോകമെമ്പാടും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കേട്ടോ. അപ്പൊ US ഹോസ്പിറ്റൽസ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ മേഖലയിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ ഏറ്റവും മുൻപന്തിയിൽ വേൾഡ് വൈഡിൽ ഏറ്റവും പ്രോപ്പർ ആയിട്ട് നിൽക്കുന്നത് ഏത് ഹോസ്പിറ്റലാണ്? US ഹോസ്പിറ്റൽസ് ആണ്, അമേരിക്കൻ ഹോസ്പിറ്റലുകളാണ് വേൾഡ് വൈഡിൽ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. ഓക്കെ, ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആർ അണ്ടർ constant demand for care delivery under tight budgets. Unlike maintenance managers, maintenance management is a major cost center and can spiral out of control. Although the maintenance can be below your operational budget, when executed as a part of a larger strategy, it has the potential to considerably reduce your overhead expenses. അപ്പൊ നമുക്കറിയാം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് എന്ന് പറയുന്നത് മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ നിൽക്കുന്നതാണ്. കാരണം എന്തുകൊണ്ടാണ്? അവിടെയാണ് ഏറ്റവും കൂടുതൽ വർക്കിംഗ് വരുന്നത് അല്ലെ. 24 മണിക്കൂറുള്ള സർവീസസ് ആണ് അവിടെ നടക്കുന്നത്. 24 മണിക്കൂർ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതായിട്ടുള്ള ആക്ടിവിറ്റീസ് എവിടെ നടക്കുന്നുണ്ട്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റില് നടക്കുന്നുണ്ട്. അപ്പൊ പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ ആശുപത്രി അഡ്മിനിസ്ട്രേറ്റർമാർ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്താണ്, കർശനമായിട്ടുള്ള രീതിയിൽ ഒരു പരിചരണം അവിടെ കൊടുക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സെറ്റിംഗ്സ് ആയതുകൊണ്ട് തന്നെ എന്താണ്, അവിടെ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഒരു ബഡ്ജറ്റിംഗ് സംവിധാനത്തിലൂടെ തന്നെ ആയിരിക്കണം അവിടെ പ്രവർത്തിക്കേണ്ടത്. അല്ലാത്ത പക്ഷം എന്താണ്, ഒരു ഓവറായിട്ട് എമൗണ്ട് പോകാനായിട്ടൊരു സാധ്യതയുണ്ട്. Then maintenance management is a major cost center and can spiral out of control. മെയിൻ്റനൻസ് മാനേജർ എന്താണ്, ഏത് രീതിയിലുള്ള കോസ്റ്റസ് ആണ്? നിസ്സാരമായിട്ടുള്ള ഒരു കോസ്റ്റ് ആണോ അവിടെ വഹിക്കുന്നത് മെയിൻ്റനൻസ് മാനേജ്മെന്റില്? ആണോ? മെയിൻ്റനൻസ് മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ ഒരു പ്രധാന ചെലവ് വഹിക്കുന്നത് കേട്ടോ. മെയിൻ്റനൻസ് മാനേജ്മെന്റ് ആണ് ഹോസ്പിറ്റലിൽ ഒരു പ്രധാനമായിട്ടുള്ള ചെലവ് വഹിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ പറഞ്ഞു 24 hours 7 ദിവസവും continuously വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, then although the maintenance can float your operational budget, when executed as a part of larger strategy, it has the potential to considerably reduce your overhead expenses. അപ്പൊ നമുക്കറിയാം ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും കൂടുതൽ നമുക്ക് എക്സ്പെൻസ് വരുന്ന ഒരു മേഖലയാണ് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ്. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ബഡ്ജറ്റിംഗ് സംവിധാനങ്ങൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ എങ്ങനെയായിരിക്കണം അത്, അതായത് ഒരു വലിയ സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൂടെ, വലിയൊരു സ്ട്രാറ്റജിക് ബഡ്ജറ്റിംഗ് പ്ലാനിങ്ങിലൂടെ മാത്രമായിരിക്കണം നമ്മൾ ഓവർഹെഡ് ആയിട്ട് വരുന്ന ചെലവുകൾ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കുന്ന സമയത്ത് എന്താണ്, കുറച്ചുകൂടി നമ്മൾ സ്ട്രാറ്റജിക് പ്ലാനിങ്ങോട് കൂടി ആയിരിക്കണം എന്ത് തയ്യാറാക്കേണ്ടത്. അതായത് കുറച്ച് കാര്യങ്ങൾ മുൻകൂട്ടി കാണും. കാരണം ഇന്ന ആവശ്യങ്ങൾ മുൻകൂട്ടി വരാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കണ്ടുകൊണ്ട് മാത്രമായിരിക്കണം എന്ത് തയ്യാറാക്കേണ്ടത്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് നമ്മൾ തയ്യാറാക്കേണ്ടത്. അത് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, യെസ്. എന്തുകൊണ്ടാണ് ഇത്രയും പൈസ വരാനുള്ള കാരണം എന്ന് നമുക്കറിയാമോ?
മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഇത്രയും പൈസ വരാൻ അല്ലെങ്കിൽ ഇത്രയും ബഡ്ജറ്റിങ് അത് ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് വരാനുള്ള കാരണം എന്തായിരിക്കാം? എന്തായിരിക്കും? അവിടുത്തെ പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കി നിങ്ങൾ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രവർത്തനങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് അവിടെ അത്രയും കോസ്റ്റ് വരാൻ കാരണം. എന്താണ് പിള്ളേരെ? ഒരു ഹോസ്പിറ്റലിന്റെ ഹോൾ പ്രവർത്തനമാണ് അല്ലെ, അല്ലെങ്കിൽ ഹോൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് വിത്ത് റിലേറ്റഡ് എക്യുപ്മെന്റ്സ്. നമ്മൾ കംപ്ലീറ്റ്ലി ഇതുമായിട്ട് റിലേറ്റഡ് ആണ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ്. എക്യുപ്മെന്റ്സുകളാണ് കംപ്ലീറ്റ്ലി. ഇതൊക്കെ എന്താണ് അത്യാവശ്യം ബഡ്ജറ്റ് പൈസ എക്സ്പെൻസീവ് ആവുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഹോസ്പിറ്റൽ സെറ്റിലുള്ളത്. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമുക്ക് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എന്താണ് അത്യാവശ്യമായിട്ടുള്ള ബഡ്ജറ്റിംഗ്. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഷീൻസിന് കേടുപാടുകൾ സംഭവിച്ചാൽ അത് പുതിയതൊരെണ്ണം ഇറക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? പുതിയതൊരെണ്ണം ഇറക്കണമെങ്കിൽ എന്ത് വേണം? പൈസ വേണം അല്ലെ? അപ്പം ഹോസ്പിറ്റലെ സംബന്ധിച്ച് നമ്മുടെ സ്കാനിങ് മെഷീൻ അല്ലെങ്കിൽ എക്സ്റേ മെഷീൻസ് ഒക്കെ നിസ്സാരമായിട്ടുള്ള പൈസക്കാണോ നമ്മൾ വാങ്ങിക്കുന്നത്? അല്ല അല്ലെ. ഏറ്റവും മേജർ ആയിട്ടൊരു എക്സ്പെൻസ് വരുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ അതിനെ പറയുന്നത്. ഓക്കെ, യെസ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയത് എന്താണ്? ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റേഴ്സ് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിംഗ് തയ്യാറാക്കുന്ന സമയത്ത് കുറച്ച് സ്ട്രാറ്റജിക് ബഡ്ജറ്റിംഗ് ആയിരിക്കണം, അല്ലെങ്കിൽ കുറച്ചും കൂടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. അത്യാവശ്യം എക്സ്പെൻസ് ഉണ്ടാവും എന്ന രീതിയിലുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് എക്സ്പെൻസ് ഇത്രത്തോളം വരും എന്ന് വിചാരിച്ചിട്ട് വേണം അത് പ്ലാൻ ചെയ്യാനായിട്ട്. അപ്പോൾ മറ്റ് ഡിപ്പാർട്ട്മെന്റിനെ വെച്ച് നോക്കുമ്പോഴും മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് കൂടുതൽ കോസ്റ്റ്സ് പോകുന്നത്. Then simply reducing the maintenance budget is not enough. In fact, actively cutting maintenance budget is likely to cause even bigger problems later down in the line. The maintenance department needs to understand the unique nature of the hospital and strategically research avenues to lower costs without compromising patient care. നമ്മളിപ്പോ പറഞ്ഞ കാര്യം ഇവിടെ ചുരുക്കി പറയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ബഡ്ജറ്റ് നമ്മളൊന്ന് കുറച്ചിട്ടാ എന്തെങ്കിലും നടക്കോ? ബഡ്ജറ്റ് കുറച്ചു കഴിഞ്ഞാല് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ അതായത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പദ്ധതികൾ നമുക്ക് വെട്ടിക്കുറയ്ക്കാനായിട്ട് സാധിക്കില്ല. കാരണം എപ്പോഴാണ് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സിലാണ് എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ കോംപ്ലിക്കേഷൻസ് വരാൻ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് എപ്പോഴാണ് അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രോബ്ലംസ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്ക് ആ ഒരു കാര്യത്തിൽ അതായത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് വരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ ബഡ്ജറ്റിന്റെ കാര്യത്തിൽ നമുക്ക് അത്യാവശ്യം അങ്ങനെ പിശുക്കോ അല്ലെങ്കിൽ എക്സ്പെൻസ് കുറച്ചുള്ള ഒരു പ്ലാനിങ് ഒരിക്കലും നമുക്കത് സാധ്യമല്ല. കുറച്ച് ബുദ്ധിമുട്ടാണ്. കാരണം ഇൻ കേസ് നമ്മൾ ബഡ്ജറ്റ് ചുരുക്കി കഴിഞ്ഞാൽ പെട്ടെന്നൊരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാല് എന്താണ് നമുക്കത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നത് മുൻകൂട്ടി തയ്യാറാക്കിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റിംഗ് ആയിരിക്കണം അവിടെ ഉണ്ടായിരിക്കണം. അപ്പൊ മിക്ക തരത്തിലുള്ള പ്രോബ്ലംസ് നമുക്കത് കുറയ്ക്കാനായിട്ട് സാധിക്കും. ഇനി മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റ് നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ യുണിക് നേച്ചർ ഓഫ് ദ ഹോസ്പിറ്റൽ. എന്താണ് പറയുന്നത്? നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു സവിശേഷ സ്വഭാവം അല്ലെങ്കിൽ യുണിക് നേച്ചർ എന്ന് പറയുന്നത് എന്താണ്? ഹോസ്പിറ്റൽ ഒരു യുണിക് നേച്ചർ എങ്ങനെയാണ്? നമ്മുടെ ഹോസ്പിറ്റലിന്റെ പ്രധാന ഡ്യൂട്ടി അല്ലെങ്കിൽ പേഷ്യന്റ് കെയർ ആണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം അല്ലെ. അവിടത്തേക്കാണ് ശരിക്കും എന്ത് വേണ്ടത്? ശരിക്കും നമ്മൾ നല്ല രീതിയിലൊരു കോസ്റ്റ് അല്ലെങ്കിൽ നല്ല രീതിയിലൊരു ബഡ്ജറ്റ് തയ്യാറാക്കേണ്ടത്. പക്ഷെ അതിലും കൂടുതലാണ് എന്ത് വരുന്നത്? മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ. അപ്പോൾ നമ്മളിവിടെ മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിൽ ഉപയോഗിക്കുന്ന സാധനങ്ങൾ അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ എങ്ങനെയുള്ളതായിരിക്കണം? നല്ല രീതിയിലുള്ള മെറ്റീരിയൽസുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എന്താണ് നമുക്ക് അധികം ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ അല്ലെങ്കിൽ അധികം എക്സ്പെൻസ് വരാതെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പൊ കൂടുതലായിട്ട് നമുക്ക് പേഷ്യന്റ് കെയറിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് കുറച്ചും കൂടി സാധിക്കും. അല്ലാത്ത പക്ഷം എന്താണ്? രോഗി പരിചരണത്തിൽ യാതൊരു വിട്ടുവീഴ്ച കൂടാതെ രോഗിയെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അല്ലാത്ത പക്ഷം ഇതേപോലെ എപ്പോഴും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിന് വർക്ക് വന്നുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് എന്താണ്? മെറ്റീരിയൽസിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? അത്തരത്തിൽ എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പൊ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് മെയിൻ്റെനൻസ് ഡിപ്പാർട്ട്മെന്റിനേക്കാൾ കൂടുതൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്തിനാണ്? ഹോസ്പിറ്റലിന്റെ നേച്ചർ മനസ്സിലാക്കിത്തോളത്തോളം
പേഷ്യന്റ് കെയറിനാണ് അല്ലെ, പേഷ്യന്റ് കെയറിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ചെലവ് എടുക്കേണ്ടത്, അല്ലാതെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനല്ല. അപ്പോൾ അത് ബാലൻസ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്? നല്ല രീതിയിലുള്ള എക്യുപ്മെന്റ്സുകൾ അല്ലെങ്കിൽ മെറ്റീരിയൽസുകൾ ഹോസ്പിറ്റലിൽ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, പിന്നെ ഇത്തരത്തില് ചിലവുകൾ കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ മാക്സിമം നല്ല രീതിയിൽ റിസർച്ച് നടത്തി അതിന് തന്ത്രപരമായിട്ടുള്ള പ്ലാനിങ്ങുകൾ അല്ലെ, ലോ കോസ്റ്റിൽ എങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ലോ കോസ്റ്റിൽ നല്ല മെറ്റീരിയൽസുകൾ എങ്ങനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും എന്നൊരു റിസർച്ച് ഒക്കെ നടത്തിയിട്ട് നല്ല രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലിലെ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട്, പേഷ്യന്റ് കെയറും മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റും ഒരുപോലെ കൊണ്ടുപോകാനായിട്ട് സഹായിക്കും. ഓക്കെ, മനസ്സിലായോ പറഞ്ഞത്? കുറച്ച് ബുദ്ധിമുട്ടാണ് പിള്ളേരെ, പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റില്ലെന്നറിയില്ല. ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും തീരെ ഒട്ടും മനസ്സിലാവുന്നില്ലെങ്കിൽ ഒന്ന് ചോദിച്ചേക്കണേ. Major areas they can start from include energy management, inventory control, and proactive maintenance. Major areas. നമ്മളിപ്പോ കോസ്റ്റ് കുറയ്ക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്? മേജർ ഏരിയാസ് എന്ന് പറയുന്നത് എനർജി മാനേജ്മെന്റ്, ഇൻവെന്ററി കൺട്രോൾ ആൻഡ് പ്രോആക്റ്റീവ് മെയിൻ്റനൻസ്. എന്താണ് പ്രോആക്റ്റീവ് മെയിൻ്റനൻസ് എന്ന് പറയുന്നത്? പ്രോആക്റ്റീവ് മെയിൻ്റനൻസ് മുൻകരുതൽ പരിപാലനം. മുൻകരുതൽ പരിപാലനം എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻകൂട്ടി തയ്യാറാക്കിയത് കുറച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കുന്നത് അല്ലെ. ഇൻ കേസ് എമർജൻസി സിറ്റുവേഷൻസിൽ, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യകതകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം? അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് നമ്മൾ കുറച്ച് മുൻകരുതൽ പരിപാലന പദ്ധതികൾ അല്ലെങ്കിൽ പ്ലാൻസുകൾ തയ്യാറാക്കി വെച്ചാൽ മാത്രമേ ഒരു ഹോസ്പിറ്റൽ സെറ്റിംഗ്സിൽ നമുക്ക് അതൊക്കെ മറികടക്കാനായിട്ട് സാധിക്കും. അതായത് പെട്ടെന്ന് ഒരു ദിവസം എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പം തന്നെ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രോആക്റ്റീവ് മെയിൻ്റനൻസ് അല്ലെങ്കിൽ മുൻകരുതൽ പരിപാലന പദ്ധതികൾ തയ്യാറാക്കിയിട്ടുണ്ടായിരിക്കണം. ഓക്കെ, മേജർ ഏരിയാസ് എന്ന് പറഞ്ഞത് അണ്ടർലൈൻ ചെയ്തിട്ടേ. മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന് മേജർ ആയിട്ട് ഏരിയാസ് അല്ലെങ്കിൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഏരിയാസ് ഏതൊക്കെയാണ്? എനർജി മാനേജ്മെന്റ്, ഇൻവെന്ററി കൺട്രോൾ ആൻഡ് പ്രോആക്റ്റീവ് മെയിൻ്റനൻസ്. ഓക്കെ, ഈ ഒരു പോയിന്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്യണേ. Maintenance management is a major cost center and can spiral out of control. Maintenance management is a major cost center. ആ പോയിന്റ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ഹോസ്പിറ്റലിൽ ഏറ്റവും കൂടുതൽ കോസ്റ്റ് അല്ലെങ്കിൽ കോസ്റ്റ് ചെലവാകുന്ന, ഏറ്റവും കൂടുതൽ പൈസ പോകുന്ന ഒരു പ്രധാന ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഏതാണ്? മെയിൻ്റനൻസ് മാനേജ്മെന്റ് ആണ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് വരുന്നത് the critical need for hospital facilities maintenance. The critical need for hospital facilities maintenance. എന്താണ്? ആശുപത്രി സൗകര്യങ്ങളുടെ പരിപാലനത്തിന് നിർണായകമായിട്ടുള്ള ആവശ്യകത എന്താണ്? നമ്മള് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ചെയ്യുന്നതിന്റെ ആവശ്യകതകൾ എന്തൊക്കെയാണ്? എന്തുകൊണ്ടാണ് നമ്മൾ ഫെസിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്? Implementing a future-proof hospital building maintenance strategy can effectively reduce patient complaints, violations, and asset terms that challenged hospital maintenance managers for decades. ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് നടത്തുന്നതിന്റെ പ്രധാന ആവശ്യകത എന്താണ്? നമ്മളുടെ
ഒരു ദിവസത്തെ മാത്രം ആവശ്യകതയല്ലല്ലേ, നമുക്കതൊരു ഫ്യൂച്ചർ മുന്നോട്ടും അല്ലെങ്കിൽ നമ്മുടെ ഭാവിയിലും എന്തായിരിക്കണം, ആ ഒരു ഹോസ്പിറ്റലിൽ നല്ല നല്ല സേവനങ്ങൾ, നല്ല നല്ല പ്രവർത്തനങ്ങൾ നടത്തണമെങ്കിലും ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് എന്ത്, അല്ലെങ്കിൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അതായത് ആശുപത്രിയിലെ എല്ലാ സൗകര്യങ്ങളും നല്ല രീതിയിൽ തന്നെ അവിടെ പ്രവർത്തിച്ചിരിക്കണം അല്ലെ. എന്തെങ്കിലും തരത്തിൽ കേടുപാടുകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാവുമ്പോഴാണ് അതിന്റെ പ്രവർത്തനം മന്ദഗതിയിലാവുന്നത് അല്ലെങ്കിൽ സ്ലോയിൽ പോകുന്നത്. അല്ലാത്ത പക്ഷം നല്ല ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ, നല്ല എക്യുപ്മെന്റ്സ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ എന്താണ്, വളരെ സക്സസീവ് ആയിട്ടായിരിക്കും ആ ഹോസ്പിറ്റൽ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, യെസ്. നമ്മുടെ ഭാവിക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള മെയിൻ്റനൻസ് സ്ട്രാറ്റജീസുകളായിരിക്കണം ഹോസ്പിറ്റലിൽ നമ്മൾ ആദ്യം ചെയ്തു വെക്കേണ്ടത്. അതായത് ഭാവിക്ക് അനുയോജ്യമായിട്ടെന്ന് പറയുമ്പോൾ എന്താണ്, ഇംപ്ലിമെന്റിംഗ് ഫ്യൂച്ചർ പ്രൂഫ് അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്ലാൻസുകൾ മുൻകൂട്ടി കണ്ടു വേണം. അല്ലെങ്കിൽ ഇന്നൊരു ദിവസത്തേക്ക് മാത്രമുള്ള പ്ലാൻ അല്ല നമ്മൾ തയ്യാറാക്കേണ്ടത് അല്ലെ. പ്രത്യേകിച്ച് ഹോസ്പിറ്റൽ സൗകര്യങ്ങൾ വികസിക്കുന്ന തരത്തിലുള്ള അത് മുന്നോട്ട് കൊണ്ടുപോകുന്ന തരത്തിലുള്ള തീരുമാനങ്ങൾ അല്ലെങ്കിൽ പ്ലാനുകൾ എടുത്തുകൊണ്ട്, തന്ത്രപരമായിട്ടുള്ള പ്ലാനുകൾ എടുത്തുകൊണ്ടായിരിക്കണം മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കേണ്ടത്. ദെൻ എഫക്റ്റീവ് ആയിട്ടുള്ള പ്ലാനിങ് കൊണ്ടുവരികയും വേണം. പിന്നെ എന്താണ്, റെഡ്യൂസ് പേഷ്യന്റ് കംപ്ലൈൻസ്. അപ്പോൾ ഹോസ്പിറ്റൽ സേവനങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ എന്താണ്, പേഷ്യൻസിന്റെ കംപ്ലൈൻസുകൾ കുറയും. കംപ്ലൈൻസ് എന്താണ്, എന്തെങ്കിലും തരത്തിലുള്ള പരാതികൾ. ഇപ്പൊ ഒരു പേഷ്യന്റ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, അവരുടെ റൂമിൽ യാതൊരു തരത്തിലുള്ള ഫെസിലിറ്റീസ് ഇല്ല, അല്ലെങ്കിൽ വെള്ളമില്ല, കൃത്യമായിട്ട് വെള്ളം വരുന്നില്ല, വൈദ്യുതി വർക്ക് ചെയ്യുന്നില്ല, മറ്റ് സൗകര്യങ്ങളൊന്നുമില്ല, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എന്താണ്, അവർക്ക് ഇപ്പൊ സ്കാൻ ചെയ്യാൻ പോകുന്ന സമയത്ത് സ്കാനിങ് മെഷീൻ കംപ്ലൈന്റ് ആയിപ്പോയി. അങ്ങനെയൊക്കെ വരുന്ന സമയത്ത് എന്താണ്, പേഷ്യൻസിൽ എന്താണ്, അവര് അത് പരാതിയായിട്ട് ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ അത് രേഖപ്പെടുത്തും. അപ്പൊ നമ്മൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, നല്ല രീതിയിലൊരു പ്ലാനിങ്ങിലൂടെയാണ് അല്ലെങ്കിൽ നല്ല സ്ട്രാറ്റജിക് പ്ലാനിങ്ങിലൂടെയാണ് ഫെസിലിറ്റീസുകൾ കൊടുക്കുകയാണെങ്കിൽ എന്താണ്, ഇത്തരം കംപ്ലൈന്റ്സുകൾ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും അല്ലെ. പിന്നെ എന്തെങ്കിലും വയലേഷൻസ് എന്താണ്, വയലേഷൻസ് ലംഘനങ്ങൾ. വയലേഷൻ ചെയ്യുന്നത് ഹോസ്പിറ്റൽ എങ്ങനെയാണ് വയലേഷൻസ് വരുന്നത്, എങ്ങനെയാണ് ഹോസ്പിറ്റൽ വയലേഷൻസ് വരുന്നത്, എങ്ങനെയാണ്, യെസ്, ഏതെങ്കിലും റൂൾസുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അല്ലെ, ഏതെങ്കിലും റൂൾസുകൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവിടെ ലംഘനങ്ങൾ ഉണ്ടാകാം. അതേപോലെ തന്നെ an asset downtime, assets എന്താണ്, asset downtime that challenged hospital maintenance manager for decades. Asset downtime എന്ന് പറയുന്നത് എന്താണ്, അസറ്റ് എന്താണ്, അസറ്റ് അസറ്റ് എന്താണ് സൂചിപ്പിക്കുന്നത്, സമ്പാദ്യമാണ് അല്ലെ, സമ്പാദ്യം. ഓക്കെ, അതായത് പേഷ്യൻസ് വരുന്നത് അവർക്ക് എന്താണ്, നമ്മൾ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പൈസ അല്ലെങ്കിൽ നമ്മൾ കൊടുക്കുന്ന പൈസ കൃത്യമായ രീതിയിൽ അവർ കൊടുക്കുന്ന പൈസക്ക് ഒരു മൂല്യമുള്ള സർവീസസ് അവർക്ക് കൃത്യമായ രീതിയിൽ കിട്ടിയിരിക്കണം അല്ലെ. അല്ലാതെ നമ്മൾ എന്താണ്, ഇപ്പൊ ആവശ്യമില്ലാതെ ഇപ്പൊ നമ്മളൊരു റൂം എടുത്തു അല്ലെങ്കിൽ ഒരു വാർഡിൽ കയറി അവിടെ എന്താണ് റൂം എടുത്തെന്ന് വിചാരിക്കുക അല്ലെ, ഒരു പേഷ്യന്റ് റൂം എടുത്ത് അവിടെ ഹോസ്പിറ്റൽ നല്ല രീതിയിൽ വൈദ്യുതികൾ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസ് ഒന്നുമില്ല, പക്ഷെ നമ്മൾ ഡിസ്ചാർജ് ആയി പോകുന്ന സമയത്ത് എന്താണ്, ഇത്ര എല്ലാത്തിന്റെ പൈസ നമ്മൾ അവിടെ അടയ്ക്കേണ്ടത് അല്ലെ. ഡിസ്ചാർജ് ആവുന്ന സമയത്ത് എന്താണ്, കംപ്ലീറ്റ് പൈസയും അടച്ചിട്ടായിരിക്കും നമ്മൾ പോവേണ്ടി വരുന്നത്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷൻസ് വരരുത് അല്ലെ. അപ്പൊ ആർക്കാണ് അതിന്റെ നഷ്ടം വരുന്നത്, പേഷ്യൻസിനാണ് നഷ്ടം വരുന്നത്. കാരണം ഒരു ഫെസിലിറ്റീസ് അവർക്ക് കൊടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ ഫുൾ എമൗണ്ടും അടയ്ക്കേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻസ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് എന്താണ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫെസിലിറ്റീസിലും എഫക്റ്റീവ് ആയിട്ട് പേഷ്യൻസിന് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എന്താണ്, പേഷ്യൻസിന്റെ കംപ്ലൈൻസ് കുറവും, വയലേഷൻസ് കുറയും. അതുപോലെ തന്നെ എന്താണ്, അവരുടെ പൈസയ്ക്ക് ഒരു മൂല്യമുള്ള രീതിയിലുള്ള സേവനങ്ങൾ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഒരു പേഷ്യൻസിന് ഏറ്റവും കൂടുതൽ നമ്മൾ കൊടുക്കേണ്ടത് അവർക്ക് ഫെസിലിറ്റീസ് ആണ് അല്ലെ. ട്രീറ്റ്മെന്റിനോടൊപ്പം തന്നെ എന്താണ്, നല്ല ഫെസിലിറ്റീസ് ആണ് നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ ഒരു ഹോസ്പിറ്റലിൽ പരിചരിക്കുന്ന സമയത്ത് നമ്മൾ നേരിടുന്ന നിർണായകമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് എന്ത്, ഇത്തരത്തിൽ പേഷ്യൻസിന്റെ കംപ്ലൈൻസും വയലേഷൻസ് ഒക്കെ വരാന്ന് പറയുന്നത്.
ഓക്കെ, അപ്പൊ നമ്മൾ അതൊക്കെ മുൻകൂട്ടി കൊണ്ട് തന്നെ ആയിരിക്കണം ഫെസിലിറ്റീസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പ്ലാനുകൾ തയ്യാറാക്കുന്നത്. അതായത് പേഷ്യൻസിന് യാതൊരു വിധത്തിലുള്ള കുറവുകളും ഒന്നും തന്നെ ഉണ്ടാവാൻ പാടുള്ളതിൽ അവർ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു സേവനം നമുക്ക് കിട്ടണമെങ്കിൽ എന്ത് കൊടുക്കണം, നല്ല ഫെസിലിറ്റീസ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കണം. ഓക്കെ, യെസ്. അപ്പോ ഇവിടെ പറയുന്ന ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് നല്ല രീതിയിലുള്ള സേവനങ്ങൾ പേഷ്യൻസിന് കൊടുക്കാൻ പറ്റാത്തത് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു വെല്ലുവിളിയായിട്ടാണ് നമുക്കിവിടെ പറയുന്നത്. അതായത് ഫെസിലിറ്റീസ് നല്ല രീതിയിൽ കിട്ടാത്ത സമയത്താണ് പേഷ്യൻസിന് കംപ്ലൈന്റ്സുകൾ വരുന്നത്, അല്ലെ, പരാതികൾ വരുന്നത്, അവര് സാറ്റിസ്ഫൈഡ് ആവാത്തത്. ഓക്കെ, നമ്മൾ സർവേയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. നല്ല രീതിയിൽ സേവനങ്ങൾ കൊടുക്കുമ്പോൾ മാത്രമേ നമ്മൾ പേഷ്യന്റ് സാറ്റിസ്ഫാക്ഷൻ സർവേ ചെയ്യുന്ന സമയത്ത് അവർ അതെല്ലാത്തിനും എന്താണ് നല്ല രീതിയിലുള്ള പോയിന്റ് കൊടുത്ത് ഹോസ്പിറ്റലിനെ സക്സസീവ് ആയുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അല്ലാതെ ഫെസിലിറ്റീസ് കുറച്ചാണ് കൊടുക്കുന്നെങ്കിൽ എന്താണ് പേഷ്യൻസ് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ആവുന്നില്ല. ഓക്കെ, അപ്പോ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് മാനേജേഴ്സ് ഏറ്റവും കൂടുതൽ നേരിടുന്ന ഒരു പ്രശ്നമാണ് അവർക്ക് ഫെസിലിറ്റീസ് നല്ല രീതിയിൽ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻസിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും എക്യുപ്മെന്റ്സിൽ എപ്പോഴും തകരാറുകൾ വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ് അല്ലെ. ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള സമയങ്ങളാണ്. ഓക്കെ, then hospital building maintenance is dependent on extending the utility of your buildings and asset by regularly inspecting, repairing and maintaining the environment, assets and appliances with the hospital system. നമ്മുടെ ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഇത് വരുന്നത്? ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻ്റനൻസ് എന്ന് പറയുമ്പോൾ ഹോൾ ഡിപ്പാർട്ട്മെന്റ്സ് വരുന്നുണ്ട്. എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ സാധനങ്ങൾ വർക്ക് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മളത് റെഗുലർലി ഇൻസ്പെക്ട് ചെയ്താൽ മതി. റെഗുലർലി നമ്മൾ അതിനെ പരിശോധിച്ചാൽ മാത്രമേ എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എല്ലാ സാധനങ്ങളും കൃത്യമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടോ, റിപ്പയർ ചെയ്യേണ്ടതുണ്ടോ, ഏതെങ്കിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ടോ, അല്ലെങ്കിൽ ചുറ്റുപാടിൽ എന്തെങ്കിലും തരത്തിലുള്ള തകരാറുകൾ ഉണ്ടോ, ഏതെങ്കിലും അപ്ലയൻസ് ഇപ്പൊ അവിടെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഉപകരണങ്ങൾ ഏതെങ്കിലും സിസ്റ്റത്തിനൊക്കെ എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്ന് നമ്മൾ തിരിച്ചറിയണമെങ്കിൽ എന്ത് ചെയ്തിരിക്കണം, റെഗുലർലി നമ്മൾ അതിനെ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലെ. ഇൻസ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്, പതിവായി അതിനെ റെഗുലർലി പരിശോധിക്കുക അല്ലെ. ഇത് ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റ്സിലെ ഏതെങ്കിലും ഉപകരണങ്ങൾക്ക് എന്തെങ്കിലും തകരാറുകൾ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ അല്ലെ. അതായത് ഹോസ്പിറ്റലിലെ എല്ലാ ബിൽഡിംഗ്, ഒരു ബിൽഡിംഗ് മാത്രമല്ല, എത്രയോ ഡിപ്പാർട്ട്മെന്റ്, എല്ലാ ഡിപ്പാർട്ട്മെന്റിലും എന്തിന്റെ ആവശ്യകതയുണ്ട്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ആവശ്യകതയുണ്ട്. നമുക്ക് അറിയാലേ, ഏത് ഡിപ്പാർട്ട്മെന്റ് എടുത്താലും അവിടെ എന്ത് വേണം, എല്ലാ തരം എക്യുപ്മെന്റ്സുകളും സിസ്റ്റംസ് ഒക്കെ വർക്ക് ചെയ്യുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്. അപ്പൊ ദിനം പ്രതി എന്ത് ചെയ്തിരിക്കണം, ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം എല്ലാ എക്യുപ്മെന്റ്സുകളും കൃത്യമായിട്ടും എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. അല്ലാത്ത പക്ഷെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാവുന്നത് സാധ്യതയാണ്. ഓക്കെ, then hospital building management teams are responsible for heating, air conditioning, refrigeration, ventilation and any other assets with your healthcare facilities. ഇനി ഹോസ്പിറ്റൽ മാനേജ്മെന്റ്, ഹോസ്പിറ്റൽ ബിൽഡിംഗ് മാനേജ്മെന്റ് ടീംസ് എന്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ റെസ്പോൺസിബിൾ ആയിരിക്കേണ്ടത്, എന്തിനൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ് ഏതൊക്കെയാണ്? Heating, air conditioning, refrigeration, ventilation and any other assets with your healthcare facilities. Okay. Refrigeration എന്ന് പറയുമ്പോൾ എന്താണ് റെഫ്രിജറേഷൻ? എന്ത് റിലേറ്റഡ് ആണ് റെഫ്രിജറേഷൻ വരുന്നത്? മെഡിസിൻസ് അല്ലെ, മെഡിസിൻസ്. അതായത് എങ്ങനെയായിരുന്നു മെഡിസിൻസ്, വാക്സിൻസ് ഒക്കെ നമ്മൾ എവിടെ സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്? കോൾഡ് സ്റ്റോറേജിൽ നമുക്ക് സൂക്ഷിക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അല്ലെ. ഓക്കെ, ഫാർമസീസ്. പിന്നെ വെന്റിലേഷൻ എങ്ങനെ വരുന്നു? ഹോസ്പിറ്റലിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും വെന്റിലേഷൻ സൗകര്യങ്ങൾ വരുന്നുണ്ട് അല്ലെ. എയർ കണ്ടീഷനിങ് സംവിധാനങ്ങൾ വരുന്നുണ്ട്, എയർ ഫിൽട്രേഷൻ സംവിധാനങ്ങൾ വരുന്നുണ്ട്. ഇപ്പൊ ഏതെങ്കിലുമൊക്കെ തടസ്സങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും എയർ ഫിൽട്രേഷൻ സംവിധാനങ്ങൾ പ്രവർത്തിക്കാതിരുന്നാൽ എന്ത് വരാനുള്ള സാധ്യതയുണ്ട്? നമുക്ക് ഇൻഫെക്ഷൻസ് സ്പ്രെഡ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇതൊക്കെ എന്താണ്, എയർ കണ്ടീഷൻ ആയിക്കോട്ടെ, റെഫ്രിജറേറ്റർ ആയിക്കോട്ടെ,
എയർ കണ്ടീഷനിങ് ആയിക്കോട്ടെ, എന്താണെങ്കിലും എന്താണ് നമ്മൾ കൃത്യമായിട്ട് മെയിൻ്റനൻസ് ടീം അതൊക്കെ റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു തകരാറ് വന്നാൽ എല്ലാവരെയും ബാധിക്കും, പേഷ്യൻസിന് ഉൾപ്പെടെ ഹോസ്പിറ്റലിലെ എല്ലാ ജീവനക്കാരെയും അത് ഒരുപോലെ തന്നെ ബാധിക്കും. ഓക്കെ, commercial appliances involved in hospital maintenance often include commercial appliances. Commercial appliances involved in hospital maintenance often include. ഇനി നമ്മള് ഏതൊക്കെ കൊമേഴ്സ്യൽ ആയിട്ടുള്ള ആപ്ലിക്കൻസ് ആണ്? കൊമേഴ്സ്യൽ ആപ്ലിക്കൻസ് എന്ന് പറഞ്ഞാൽ ഏതൊക്കെ വാണിജ്യ ഉപകരണങ്ങളാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് വരേണ്ടത്? ഏറ്റവും കൂടുതൽ മെയിൻ്റനൻസ് വരേണ്ട കുറെ ഐറ്റംസ് ഉണ്ട്. അതിൽ ഏതൊക്കെയാണ് വരുന്നത്? കണ്ടൻസേഴ്സ്, ജനറേറ്റേഴ്സ്, compressors, machinery, medical devices, research equipment, boilers, air conditioning equipment, diesel engines, turbines, pumps. Okay, ഏതൊക്കെയാണ് കൊമേഴ്സ്യൽ ആപ്ലിക്കൻസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഹോസ്പിറ്റൽ മെയിൻ്റനൻസിൽ വരുന്ന പ്രധാനപ്പെട്ട ഐറ്റംസ് എന്തൊക്കെയാണ്? ഏതൊക്കെ വാണിജ്യ ഉപകരണങ്ങളാണ്? കണ്ടൻസറുകൾ. കണ്ടൻസേഴ്സ് എന്താണ്? കണ്ടൻസറുകൾ, കണ്ടൻസർ കേട്ടിട്ടുണ്ടോ? കണ്ടൻസറുകൾ എന്തിനു വേണ്ടിയാണ് ഹോസ്പിറ്റൽ ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? ജനറേറ്റർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ജനറേറ്റേഴ്സ്. ജനറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് എന്തിനാണ്? അതറിയില്ലേ? യെസ്, പവർ കണക്ഷൻസിന് വേണ്ടി, അല്ലെങ്കിൽ വൈദ്യുതി വിച്ഛേദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വൈദ്യുതി ഇല്ലാത്ത സമയത്ത് പ്രവർത്തിക്കുന്ന വേണ്ടി നമ്മൾ ജനറേറ്റേഴ്സ് ഉപയോഗിക്കുന്നത് അല്ലെ, ഫോർ ഇലക്ട്രിസിറ്റി പർപ്പസസ്. കംപ്രസേഴ്സ് എന്താണ്? ഫ്രിഡ്ജ് മോഡൽസ് ആണ് നമ്മുടെ കണ്ടൻസേഴ്സ് എന്ന് പറയുന്നത് കേട്ടോ. കൂളിംഗ് സ്റ്റോറേജ്, കൂൾ സ്റ്റോറേജ് വെക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് കണ്ടൻസേഴ്സ്. ദെൻ കംപ്രസേഴ്സ് എന്താണ്? കംപ്രസേഴ്സ് എന്തിനു ഉപയോഗിക്കുന്നു? യെസ്, എയർ ഫിൽട്രേഷൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ദെൻ മെഷീനറി, വിവിധ തരത്തിലുള്ള എല്ലാ മെഷീൻസും അതിൽ വരാം. ദെൻ മെഡിക്കൽ ഡിവൈസസ് ഏതൊക്കെയാണ്? മെഡിക്കൽ ഡിവൈസസ് ഏതൊക്കെയാണ്? പറഞ്ഞു പിള്ളേരെ, മെഡിക്കൽ ഡിവൈസസ് ഏതൊക്കെയാ ഒന്നും അറിയില്ല? ഏതെങ്കിലും ഒരു 4 എണ്ണമെങ്കിലും പറ. മെഡിക്കൽ ഡിവൈസസ് കുറച്ച് വലിയ ഉപകരണങ്ങളൊന്നും പറയാമോ? മെഡിക്കൽ ഡിവൈസസ്, എക്സ്റേ, നിങ്ങൾ കണ്ടൻസേഴ്സിന്റെ മുകളിൽ അത് കൂളിംഗ് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്ന് ഒന്ന് എഴുതി വെച്ചേക്ക് കേട്ടോ. യൂസിങ് കൂളിംഗ് പർപ്പസ്, കണ്ടൻസേഴ്സ് നമ്മൾ കൂളിംഗ് പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നത്, മെഡിസിൻസ് ഒക്കെ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയില്ല. കംപ്രസേഴ്സ് എന്താണ്? കംപ്രസേഴ്സ് ഇതിന്റെ പിക്ചർ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കണ്ടൻസറിന്റെ പിക്ചർ കാണുന്നുണ്ടോ? പിക്ചർ നിങ്ങള് കണ്ടൻസേഴ്സ് ആണിത്, കണ്ടോ? കാണാമോ? കാണുന്നുണ്ടോ? ഓക്കെ, മെഡിക്കൽ ഡിവൈസസ് എന്ന് പറയാമോ? മെഡിക്കൽ ഡിവൈസസ് ഏതൊക്കെയാണ്?
മെഡിക്കൽ ഡിവൈസസിന്റെ പേരുകളൊന്ന് പറയാമോ? വെന്റിലേറ്റേഴ്സ്, ഓക്കെ. ഡെഫിബുലേറ്റേഴ്സ്, വെന്റിലേറ്റേഴ്സ്, നെബുലൈസർ, സ്കാനിങ് മെഷീൻസ്, സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്, മെഡിക്കൽ ഡിവൈസസിൽ വരുന്നുണ്ട്. ഓക്കെ. റിസർച്ച് എക്യുപ്മെന്റ്സ്, റിസർച്ച് പർപ്പസസിന് വേണ്ടി ഉപയോഗിക്കുന്ന റിസർച്ച് എക്യുപ്മെന്റ്സുകൾ ഉണ്ടായിരിക്കും അല്ലെ. ദെൻ ബോയിലേഴ്സ്, ബോയിലേഴ്സ് എന്താണ്? ബോയിലേഴ്സ്, യെസ്, കണ്ടെയ്നർ ഫോർ ബോയിലിംഗ് അല്ലെ, ബോയിലേഴ്സ്. ദെൻ എയർ കണ്ടീഷൻ എക്യുപ്മെന്റ്സ്, എസി റിലേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ, ഡീസൽ എൻജിൻസ്, അതായത് ചില എക്യുപ്മെന്റ്സുകൾ പ്രവർത്തിക്കുന്നതിന് നമുക്ക് എന്താണ് ഡീസൽസ് ആവശ്യമാണ് അല്ലെ. അപ്പൊ അതിനുവേണ്ടി ചില എക്യുപ്മെന്റ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്? ഡീസൽ എൻജിൻസ് വേണ്ട എക്യുപ്മെന്റ്സുകൾ ഏതൊക്കെയായിരിക്കും? ഇവിടെ ഒന്ന് എഴുതി വെച്ചേ, കംപ്രസേഴ്സിന്റെ മുകളിൽ എഴുതി വെക്കുക കേട്ടോ. ജനറേറ്റർ, നമ്മൾ എൻജിൻസ് ഡീസൽ അടിക്കേണ്ടി വരുന്ന എക്യുപ്മെന്റ്സ് ആണ് ജനറേറ്റേഴ്സ് എന്ന് പറയുന്നത് അല്ലെ. കംപ്രസേഴ്സിൽ എന്താണ്? കംപ്രസേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? മെക്കാനിക്കൽ ഡിവൈസ് ആണ് എന്ത്? കംപ്രസേഴ്സ്. ഇവിടെ എഴുതി വെക്കുക കേട്ടോ, മെക്കാനിക്കൽ ഡിവൈസസ്. Device that increases the pressure, a mechanical device that increases the pressure of a gas by reducing its volume. Pressure of a gas by reducing its volume. A compressor is a mechanical device that increases the pressure of a gas by reducing its volume. എന്തിനു വേണ്ടിയാണ് കംപ്രസർ ഉപയോഗിക്കുന്നത്? ഹോസ്പിറ്റലിൽ നമ്മൾ കംപ്രസർ ഉപയോഗിക്കുന്നതിന്റെ ആവശ്യകത എന്താണ്? ഗ്യാസിന്റെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി ചില എക്യുപ്മെന്റ്സുമായി ഡിപ്പെൻഡ് ചെയ്ത് വരുന്ന ചില ഗ്യാസസ് ഉള്ള എക്യുപ്മെന്റ്സുകൾ ഉണ്ട്. അതിന്റെയൊക്കെ വോളിയം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസേഴ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, യെസ്, എഴുതിയെടുത്തോളാ. Then turbines. Turbines എന്താണ്? Turbines. Yes, rotating wheel driven by water or steam. Turbine in hospital. Hospital എങ്ങനെയാ വരുന്നത്? അത് പിക്ചർ കാണിച്ചു തരാം കേട്ടോ. ടർബൈന്റെ പിക്ചർ കണ്ടിട്ടില്ല നിങ്ങള്? നോർമലി ടർബൈന്റെ പിക്ചർ കണ്ടിട്ടുണ്ടാവും നിങ്ങള്? ഹോസ്പിറ്റൽ ടർബൈന്റെ പിക്ചർ ആണോ? യെസ്, ഉണ്ടോ? യെസ്, ഹോസ്പിറ്റൽ ടർബൈൻസുകൾ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അറിയാമോ? നമ്മുടെ വെന്റിലേറ്റേഴ്സിന് കൂടെ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ബ്രീത്തിങ് കൺട്രോൾ ചെയ്യുന്ന വെന്റിലേറ്റേഴ്സിന് കൂടെ ഉപയോഗിക്കുന്ന, അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിന് കുറച്ചുകൂടി സപ്പോർട്ടീവ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ടർബൈൻസ് എന്ന് പറയുന്നത്. അതായത് പേഷ്യൻസിന്റെ മെഡിക്കൽ ഡിവൈസസിന് വെന്റിലേറ്ററിന് അസിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന, ബ്രീത്തിങ്ങിന് വേണ്ടിയിട്ട് സപ്പോർട്ടീവ് ആയിട്ട് അസിസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് എന്ത്? ടർബൈൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അതായത് നമ്മുടെ എയർ കുറച്ചുകൂടി പുഷ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്, ഇൻ കേസ്
അത് വെന്റിലേറ്ററിന് ഒരു സഹായക ഘടകം എന്ന നിലയിൽ നമ്മുടെ എയർ കൃത്യമായ രീതിയിൽ പുഷ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ടർബൈൻസുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇത് വെന്റിലേറ്ററിന് അസിസ്റ്റ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് ഹോസ്പിറ്റൽ ടർബൈൻസുകൾ എന്ന് പറയുന്നത് കേട്ടോ. ദെൻ പമ്പ്സ്. പമ്പ്സ് എന്താണ്? പമ്പ്സ് യെസ്, ഡെലിവർ ഫ്ലൂയിഡ്സ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ പമ്പുകൾ ഹോസ്പിറ്റലിൽ ഉപയോഗിക്കുന്നത്. പമ്പ് ഫ്ലൂയിഡ്സ് പ്രത്യേകിച്ച് OT-യിൽ അല്ലെങ്കിൽ ഇതിന്റെ ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് മെഡിക്കേഷൻസ് ഒക്കെ കൊടുക്കുന്നതിന് അല്ലെങ്കിൽ ഫ്ലൂയിഡ് ഒക്കെ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടുതൽ പമ്പ്സുകൾ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫംഗ്ഷനിങ് കൃത്യമായിട്ട് നടക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഡിവൈസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടായിരിക്കും നമ്മൾ അതൊക്കെ ലിങ്ക് ചെയ്ത് പേഷ്യൻസിന്റെ ബോഡിയിലേക്ക് അതൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നത്. അതും ഒരു ഡിവൈസുമായിട്ടായിരിക്കും പ്രവർത്തിക്കുന്നത്. അതിനും എന്ത് വരാൻ സാധ്യതയുണ്ട്? മെയിൻ്റനൻസുകൾ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ പ്രത്യേകമായിട്ട് വാണിജ്യ ഉപകരണങ്ങൾ ഏതൊക്കെയാണ്? ഹോസ്പിറ്റൽ മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് വരുന്ന വാണിജ്യ ഉപകരണങ്ങളാണ് നമ്മളിപ്പോ പറഞ്ഞത്. പേരുകൾ മുഴുവൻ പഠിക്കേണ്ടതുണ്ട് കേട്ടോ. കണ്ടൻസേഴ്സ്, ജനറേറ്റേഴ്സ്, കംപ്രസേഴ്സ്, മെഷീനറി, മെഡിക്കൽ ഡിവൈസസ്, റിസർച്ച് എക്യുപ്മെന്റ്, ബോയിലേഴ്സ്, എയർ കണ്ടീഷൻ എക്യുപ്മെന്റ് ആൻഡ് ഡീസൽ എൻജിൻസ്, ടർബൈൻസ് ആൻഡ് പമ്പ്സ്. ഓക്കെ, ക്ലിയർ ആണോ? കൊമേഴ്സ്യൽ അപ്ലയൻസ് healthcare facility maintenance also encapsulate the space within your buildings like patient rooms, hallways, parking lots, and more. Anytime hospital patients have a broken TV or joint commission is coming for an inspection, can feel confident in your hospital building maintenance. ഹെൽത്ത് കെയർ ഫെസിലിറ്റി മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് ഹെൽത്ത് കെയർ ഫെസിലിറ്റി മെയിൻ്റനൻസിൽ വരുന്ന പ്രധാനപ്പെട്ട കുറച്ച് ഏരിയാസ് വന്നിട്ടുണ്ട്. ഒന്ന് നമ്മുടെ ബിൽഡിങ്സ്, ഹോസ്പിറ്റൽ ബിൽഡിങ്സ്. ഏതൊക്കെയാണ്? ബിൽഡിങ്സ് എന്ന് പറയുമ്പോൾ പേഷ്യൻസിന്റെ റൂംസ് അല്ലെ, പേഷ്യൻസിന്റെ റൂംസ്. അതുപോലെ തന്നെ ഹാൾവേസ്. ഹാൾവേസ് എന്താണ്? ഹാൾവേസ് ഹാളർ എന്താണ്? ഇടനാഴികൾ എന്നൊക്കെ നമ്മൾ കോറിഡോർസ് എന്ന് പറയുന്ന മറ്റൊരു പേര് തന്നെയാണ് കേട്ടോ. ഇടനാഴികൾ നമ്മൾ പറയില്ല, ഇടനാഴികൾ നമ്മൾ കോറിഡോർസ് എന്നല്ല പറയുന്നത്. ഓക്കെ, യെസ്, ഹാൾവേസ് അല്ലെങ്കിൽ ഇടനാഴികൾ, വരാത്ത എന്നൊക്കെ വേണമെങ്കിൽ പറയാം. പിന്നെ പാർക്കിംഗ് ലോട്ട്സ്. പാർക്കിംഗ് ലോട്ട്സ് എന്താണ്? പാർക്കിംഗ് ലോട്ട്സ് പാർക്കിംഗ് ഫെസിലിറ്റീസിന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലേസസുകൾ അല്ലെ, പാർക്കിംഗ് ഏരിയാസ്. അപ്പൊ എന്താണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്? നമ്മള് അതായത് ഇത്തരം പ്രധാനപ്പെട്ട ഏരിയാസിലും എന്ത് നടക്കുന്നുണ്ട്? ഫെസിലിറ്റീസ് നടക്കേണ്ട പ്രധാനപ്പെട്ട ഏരിയാസ്. മെയിൻ്റനൻസ് ടീമിന് ഏറ്റവും കൂടുതൽ വർക്ക്സ് ഒക്കെ വരുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ അറ്റകുറ്റപ്പണികൾ ഉൾപ്പെടുന്ന പ്രത്യേക ഏരിയാസുകളാണ് എന്താ? പേഷ്യൻസിന്റെ റൂം, ഹാൾവേസ്, പാർക്കിംഗ് ലോട്ട്സ് ആൻഡ് മോർ. മാത്രമല്ല അല്ലാതെ കുറച്ച് ഏരിയാസുകളോടുകൂടി വരുന്നുണ്ട്. പേരുകളൊന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. പേഷ്യൻസ് റൂംസ്, ഹാൾവേസ് ആൻഡ് പാർക്കിംഗ് ലോട്ട്സ്. Anytime hospital patients have a broken TV or joint commission is coming for inspection. ഹോസ്പിറ്റലിൽ നമ്മൾ ഏത് സമയത്തും ഒരു ഇൻസ്പെക്ഷന് വിധേയമാകേണ്ടതായിട്ട് വരുന്നുണ്ട്. ഏത് സിറ്റുവേഷൻസിലാണത്? അതായത് ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിന് എത്രത്തോളം അല്ലെങ്കിൽ പേഷ്യൻസിനൊക്കെ എത്രത്തോളം കംഫർട്ടബിൾ ആയിട്ടാണ് ഹോസ്പിറ്റൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ഇൻസ്പെക്ഷൻ വരാനുള്ള സാധ്യതയുണ്ട്. എവിടെ നിന്നാണ് ഇൻസ്പെക്ഷൻ വരുന്നത്? TJC, Joint Commission. TJC എന്ന് പറയുന്നത് എന്താണ്? എന്താണ് TJC എന്ന് പറയുന്നത്? നോട്ട് ചെയ്യാം കേട്ടോ.
അവർ ഫോക്കസ് ചെയ്യുന്നത് പേഷ്യൻസിന്റെ ക്വാളിറ്റി, നല്ല രീതിയിലുള്ള സർവീസസ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ എന്താണ് ക്വാളിറ്റി സർവീസസ്, അല്ലെങ്കിൽ അവർക്ക് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രാക്ടീസസ് കൊടുക്കുന്നുണ്ടോ, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആണോ എന്നുള്ള എല്ലാ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ജോയിന്റ് കമ്മീഷൻസ്. അല്ലെങ്കിൽ ഇതൊരു US ആരോഗ്യ പരിസംരക്ഷണ അക്രിഡേഷൻ പ്രോഗ്രാം ആണ്. എന്ത് US ആരോഗ്യ സംരക്ഷണ അക്രിഡേഷൻ പ്രോഗ്രാം ആണ് എന്ത് TJC എന്ന് പറയുന്നത്. ഓക്കെ, അതായത് രോഗികളുടെ സുരക്ഷ, ഗുണനിലവാരം, അല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ഫെസിലിറ്റീസുകൾ ഏറ്റവും കൂടുതൽ നല്ല രീതിയിലുള്ള ഫെസിലിറ്റീസുകളാണോ കൊടുക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ട് ചെക്കിംഗ് നടത്തുന്നതിന്, ഇൻസ്പെക്ഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ TJCC സൂചിപ്പിക്കുന്നത്. TJC TV എന്നില്ല കേട്ടോ അവിടെ. TB എന്നില്ല കേട്ടോ. TO ദി ജോയിന്റ് കമ്മീഷൻ. ഇതിനൊന്നല്ലെങ്കിൽ T കമ്മീഷൻ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ TJC കമ്മീഷൻസ് എന്ന രീതിയിലാണ് ഇതിനെ പറയാറ്. ഇതിന്റെ പർപ്പസ് എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ പ്രവർത്തിക്കുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് TJC പ്രവർത്തിക്കുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ് പേഷ്യൻസ് കെയറിന്റെ ക്വാളിറ്റി, അല്ലെങ്കിൽ പേഷ്യൻസിന്റെ ഗുണവാരം, അല്ലെങ്കിൽ അണുബാധ നിയന്ത്രണം, ഇൻഫെക്ഷൻ കൺട്രോളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ എന്താണ് പേഷ്യൻസിന്റെ സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ സെർച്ച് ചെയ്യുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഇതൊക്കെ ഇൻസ്പെക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് TJC പ്രവർത്തിക്കുന്നത്. ഏത് സമയത്ത് വേണമെങ്കിൽ അവർ വന്ന് ഇൻസ്പെക്ഷൻസ് ചെയ്തെന്നിരിക്കും. ആ ഇൻസ്പെക്ഷൻസിന്റെ ഭാഗമായിട്ടാണ് അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? മെയിന്റനൻസ് ടീമിനെയാണ് അല്ലെ. അതിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ, ഇൻസ്പെക്ഷന്റെ സമയത്ത് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് ബാധിക്കുന്നത് ആരെയാണ്? മെയിന്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ടീമിനാണ് അതിന് ഉത്തരവാദികളാവുന്നത്. അവരാണ് അതിന്റെ റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കുന്നത്. കാരണം അവർ കൊടുക്കുന്ന ഫെസിലിറ്റീസിൽ എന്തെങ്കിലും തരത്തിലുള്ള കുറവുകൾ വന്നിട്ടാണ് പേഷ്യൻസ് സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുന്നത്, ഈ നല്ല ക്വാളിറ്റി സർവീസസ് അവർക്ക് കിട്ടാത്തതിന്റെ കാരണം. ഓക്കെ, അപ്പോ ഇത്തരം സേവനങ്ങൾ പേഷ്യൻസ് ഓക്കെ ആണോ, നല്ല ഫെസിലിറ്റീസ് കിട്ടുന്നുണ്ടോ എന്നതൊക്കെ ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇതെല്ലാം പരിപാലിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് അവർ ഇൻസ്പെക്ഷൻസ് നടത്തുന്നത്. ഓക്കെ, മിക്ക ഹോസ്പിറ്റലിലും TJCയുടെ ഇൻസ്പെക്ഷൻസ് നടക്കാറുള്ളതാണ്. ഓക്കെ, മനസ്സിലായോ എന്താണ് TJC എന്ന്? സംശയമുണ്ടോ TJC എന്താണെന്ന്? ക്ലിയർ ആണ്? ഓക്കെ, എത്ര അറിഞ്ഞാൽ മതി കേട്ടോ, അതൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും പഠിക്കാനില്ല അതിൽ. However, an effective hospital building maintenance program is complex and often takes months of troubleshooting and testing. An effective hospital building maintenance program is complex and often takes months of troubleshooting and testing. ഇതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എങ്ങനെയുള്ളൊരു ഫെസിലിറ്റീസ് ആയിരിക്കും ഹോസ്പിറ്റൽ ഉറപ്പുവരുത്തേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു കോംപ്ലക്സ് ഡ്യൂട്ടിയാണ് എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഓരോ എക്യുപ്മെന്റ്സിനും ഓരോ സിസ്റ്റംസ് ഒക്കെ കൃത്യമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പേഷ്യൻസിന് നല്ലൊരു സർവീസസ് കൊടുക്കുക എന്നുള്ളത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ്. പേഷ്യൻസിന്റെ റൂം ആയിക്കോട്ടെ, വാർഡ് ആയിക്കോട്ടെ, മറ്റേത് തരം ഫെസിലിറ്റീസ് കൊടുക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ, അവിടെ പ്രവർത്തിക്കുന്ന എല്ലാ ഉപകരണങ്ങളും ആരുമായിട്ട് റിലേറ്റഡ് ആണ്? മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ. അവരാണ് അതെല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത്. അപ്പൊ അവിടെ ഉള്ള ഉപകരണങ്ങൾ എന്തെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ഉണ്ടെങ്കിൽ പേഷ്യൻസിന് ഒരിക്കലും എന്ത് കിട്ടില്ല? നല്ലൊരു സർവീസസ്, നല്ലൊരു ഫെസിലിറ്റീസ് അവർക്ക് കിട്ടാനായിട്ടുള്ള സാധ്യതകളില്ല. അപ്പൊ മെയിൻ്റനൻസ് ടീമിന്റെ പ്രോഗ്രാം എന്ന് പറയുന്നത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ആണ്, മെയിൻ ആയിട്ടുള്ള ടാസ്ക് ആണ് അവർ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എഫക്റ്റീവ് ആയിട്ടൊരു ഹോസ്പിറ്റൽ ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നല്ല രീതിയിലുള്ള ഒരു പ്ലാൻ ഉണ്ടായിരിക്കണം. വ്യക്തമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ യൂസ് ചെയ്യാനും ഏതെങ്കിലും ഡാമേജ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ കൃത്യമായ രീതിയിൽ നീക്കം ചെയ്തുകൊണ്ട് പ്രവർത്തന സജ്ജമാക്കുന്ന രീതിയിൽ അവർക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ വേണമെങ്കിൽ കൃത്യമായ രീതിയിൽ റെഗുലർലി അവർ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കണം അല്ലെ. റെഗുലറായിട്ട് ഇൻസ്പെക്ട് ചെയ്താൽ മാത്രമേ പേഷ്യൻസിന് നമുക്ക് നല്ല സൗകര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, മനസ്സിലായോ?
നമുക്ക് ഒറ്റ ദിവസം കൊണ്ടൊന്നും ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല അല്ലെ. പ്രത്യേകിച്ച് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് വർക്കുകളൊക്കെ നമ്മൾ മാസങ്ങളോളം ചിലപ്പോൾ റിപ്പയർ ചെയ്യേണ്ട കാര്യങ്ങൾ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ മാസങ്ങളോളം മെയിൻ്റനൻസ് ചെയ്യേണ്ട വർക്കുകൾ ഉണ്ടായിരിക്കും. ഒരു ദിവസം കൊണ്ടൊന്നും നമുക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് വർക്കുകളൊന്നും ചെയ്തു തരില്ല. ചെറിയ ചെറിയ ഡിവൈസസുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അല്ലാതെ ചില എക്യുപ്മെന്റ്സിൽ തകരാറുകൾ കൂടുതൽ ഉണ്ടെങ്കിൽ എന്താണ് ചിലപ്പോൾ മാസങ്ങളോളം അതിൽ നമ്മൾ പണിയെടുക്കേണ്ടതായിട്ട് വരുന്ന, അല്ലെങ്കിൽ അതിനെ ക്ലിയർ ചെയ്യേണ്ടതായിട്ടുള്ള ഒരു സമയം എടുക്കും. 1-2 ദിവസങ്ങൾ കൊണ്ട് മാത്രമല്ല, മാസങ്ങളോളം എടുത്തുകൊണ്ട് തന്നെയാണ് എന്താ ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റ് ഓരോ വർക്കുകളും ചെയ്തു തീർക്കുന്നത്. ഓക്കെ, ഇൻ കേസ് ചില എക്യുപ്മെന്റ്സിന്റെ തകരാറുകൾ നമുക്ക് ചിലപ്പോൾ കണ്ടെത്താനും പോലും ചിലപ്പോൾ സാധിക്കില്ല. ചില എക്യുപ്മെന്റിൽ ഇപ്പൊ എത്ര ടെസ്റ്റ് ചെയ്താൽ കുറെ റിസർച്ച് ചെയ്ത് കഴിഞ്ഞാലും എവിടെയാണ് അതിന്റെ തകരാറെന്ന് ചിലപ്പോൾ കണ്ടെത്താൻ പോലും പറ്റിയത് വരില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ എന്താണ്, അപ്പോഴാണ് ആ ഒരു എക്യുപ്മെന്റ് അപ്പാടെ നമ്മൾ അത് കംപ്ലീറ്റ് ആയിട്ട് എക്യുപ്മെന്റ് മാറ്റാത്ത സിറ്റുവേഷൻസ് വരുന്നത്. അവിടെ എന്ത് വരുന്നുണ്ട്, അപ്പോഴാണ് അവിടെ കോസ്റ്റ് വരുന്നത്, എക്സ്പെൻസ് വരുന്നത് എപ്പോഴാണ്, അങ്ങനെ ഏതെങ്കിലും ഒരു എക്യുപ്മെന്റ് നമ്മൾ അവിടെ മാറ്റുന്ന സമയത്താണ്. അതായത് നിരന്തരം ഗവേഷണം ചെയ്തിട്ടും പരിശോധന ചെയ്തിട്ടും അല്ലെങ്കിൽ റിപ്പയർ ചെയ്തിട്ടും ശരിയാവാത്ത ഉപകരണങ്ങൾ, വർഷങ്ങളോളം ട്രൈ ചെയ്തിട്ടും ശരിയാത്ത ഉപകരണങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നീക്കം ചെയ്യേണ്ടതായിട്ട് അല്ലെ. അതൊക്കെ റിമൂവ് ചെയ്തിട്ട് പിന്നീട് ഒരു ഉപകരണം കൊണ്ടുവരണമെങ്കിൽ എന്താണ് അവിടെ ഏറ്റവും കൂടുതൽ കോസ്റ്റ് വരേണ്ടതായിട്ട് വരും അല്ലെ. അപ്പൊ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ ഒരു ക്രിട്ടിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാംസുകളാണ്. ഇത്തരം കാര്യങ്ങൾ അവരെ കൈകാര്യം ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് മനസ്സിലാവുന്ന എന്താണ്, മറ്റു ഡിപ്പാർട്ട്മെന്റ്സുകളെ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യുന്നത് ആരാണ്, മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെന്റുകൾ തന്നെയാണ് അല്ലെ. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗം തന്നെയാണ് ഹെൽത്ത് കെയർ സെറ്റിൽസിൽ അവരെ വഹിക്കുന്നത്. ഓക്കെ, ഇനി വരുന്നത് ഹോസ്പിറ്റൽ മെയിൻ്റനൻസ് ബെസ്റ്റ് പ്രാക്ടീസസ്. ഹോസ്പിറ്റൽ സർവീസസുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത്, അല്ലെങ്കിൽ ഫെസിലിറ്റീസിൽ അല്ലെങ്കിൽ എക്യുപ്മെന്റ്സുകൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെങ്കിൽ നമ്മൾ ബെസ്റ്റ് പ്രാക്ടീസസ് സ്വീകരിക്കുന്നതിലൂടെ എന്താണ് ഒരു പരിധി വരെ നമ്മൾക്ക് ഈ ഫെസിലിറ്റീസ് ഒക്കെ നല്ല രീതിയിൽ കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പൊ അതിന് നമ്മൾ എന്താണ് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിക് പ്ലാൻസുകൾ, അല്ലെങ്കിൽ എന്താണ് നല്ല രീതിയിലുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സിൽ അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള എല്ലാത്തരം എക്യുപ്മെന്റ്സുകൾ അവിടെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് എന്താണ്, അതായത് ഈ ഓരോ എക്യുപ്മെന്റ്സും നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നത് മൂലമാണ് ഇതിന് എന്ത് സംഭവിക്കുന്നത്, തകരാറുകൾ സംഭവിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ ഫങ്ഷനിങ് അല്ലെങ്കിൽ പ്രവർത്തനം കൂടുന്നതിനനുസരിച്ചിട്ടാണ് ഇതിനൊക്കെ എന്ത് വരുന്നത്, മെയിൻ്റനൻസ് ചെയ്യേണ്ടി വരുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഷെഡ്യൂൾ ചെയ്യുകയാണെങ്കിൽ ഓരോ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ ഓരോ എക്യുപ്മെന്റ് ഉപയോഗിക്കേണ്ട കൃത്യമായ ഒരു സമയങ്ങൾ, അല്ലെങ്കിൽ എപ്പോഴാണത്, എങ്ങനെയാണ് അത് ഓൺ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഓഫ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഇത്ര പരിധിക്കുള്ളിൽ മാത്രം ഇത്തരം സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്താണ് ഒരു പരിധി വരെ നമുക്കിത് എന്താണ് അധികം റിപ്പയറിംഗ് ഇല്ലാതെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതിനു വേണ്ടി ഉപയോഗിക്കേണ്ട ബെസ്റ്റ് പ്രാക്ടീസസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇനി അടുത്ത ഭാഗത്ത് വരുന്നത്. ഓക്കെ, മെഡിക്കൽ എക്യുപ്മെന്റ്സ് ക്യാൻ ബി വെരി എക്സ്പെൻസീവ്. നമ്മുടെ എം ആർ ഐ മെഷീൻസിന് എത്ര രൂപ വരുമെന്ന് അറിയാമോ നിങ്ങൾക്ക്? MRI ഏകദേശം എത്ര രൂപ വരാൻ സാധ്യതയുണ്ട്? MRIന് വേണ്ട, എക്സ്റേ മെഷീൻ എത്ര വരും? MRI 10 lakhs എങ്കിലും അല്ലെ, അടുത്ത് 10 lakhs എങ്കിലും എത്താൻ സാധ്യതയുണ്ടോ? അത്രയും വരുമോ പൈസ? 10 ലക്ഷം വരുമോ? യെസ്. എക്സ്റേ മെഷീൻസിനോ ഏകദേശം എത്ര പൈസ വരും? എക്സ്റേ മെഷീൻ അത്ര ഒരു എമൗണ്ട് വരാനുള്ള സാധ്യതയില്ല അല്ലെ. ഏകദേശം എന്നാൽ എത്ര വരാൻ സാധ്യതയുണ്ട്? 5 lakhs താഴെ വരാനുള്ള സാധ്യതയുള്ളൂ. ഇത്രയൊന്നും പോലുള്ളൂ. ഓക്കെ, നമുക്കറിയാം ഏത് മെഡിക്കൽ എക്യുപ്മെന്റ്സ് എടുത്തു കഴിഞ്ഞാലും അത് വെരി എക്സ്പെൻസീവ് ആണ്. എക്സ്പെൻസീവ് ആയിട്ട് വാങ്ങിക്കേണ്ട കാരണം എന്താണ്? നമ്മള് ഏറ്റവും ഗുണമുള്ള അല്ലെങ്കിൽ ഏറ്റവും ക്വാളിറ്റി ഉള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന മെറ്റീരിയൽസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. കാരണം ഹോസ്പിറ്റൽ ഫെസിലിറ്റീസിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിക്കൊണ്ട് തന്നെ നമ്മൾ നിസ്സാര പൈസ അല്ലെങ്കിൽ ഏറ്റവും പൈസ കുറഞ്ഞൊരു തരം മെറ്റീരിയൽസ് നമുക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പൊ എടുക്കുമ്പോൾ നമ്മള് മെറ്റീരിയൽസ് മാനേജ്മെന്റിൽ പഠിച്ച പോലെ അല്ലെ, ക്വാളിറ്റീസ് ആയിട്ടുള്ള ഏതൊക്കെ മെറ്റീരിയൽസ് ഏതൊക്കെ കാറ്റഗറിയിലൊന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏറ്റവും ക്വാളിറ്റി ഉള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സ് മാത്രമേ നമ്മൾ എടുക്കുള്ളൂ. അപ്പൊ അതിനെന്താണ് പൈസ വരാനുള്ള സാധ്യതയാണ്. However, well-managed medical assets can remain functional for upwards of 2 decades. It should make perfect sense to everything. You cannot
Protect the investment and keep running for a long time. നമ്മള് ഇത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങളുള്ള സാധനങ്ങൾ വാങ്ങിക്കേണ്ട കാരണം എന്താണ്? നമുക്കത് ഹോസ്പിറ്റലിൽ ഒരു ദിവസം ഉപയോഗിക്കാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഉപയോഗിക്കുന്നത് അല്ലെ, അത് ലോങ് ടൈമിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയുക. ലോങ് ടൈമിൽ നമുക്കത് ഉപയോഗിക്കാൻ കഴിയണമെങ്കിൽ എന്താണ്? എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങൾ തന്നെ വാങ്ങിക്കുകയും വേണം. അതിന്റെ ഫങ്ഷൻസ് എങ്ങനെയായിരിക്കണം? നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന എക്യുപ്മെന്റ്സുകൾ മാത്രമായിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇത് വളരെ ദീർഘകാലം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എക്സ്പെൻസീവ് ആയിട്ടുള്ള മെഡിക്കൽ എക്യുപ്മെന്റ്സുകൾ ഉപയോഗിക്കുന്നത്. അത് അത്തരം എക്യുപ്മെന്റ്സുകൾ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് അത് ഏതൊക്കെ രീതിയിലായിരിക്കണം അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളാണ് ഇനി വരുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ഇതൊക്കെ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം കേട്ടോ. എടുത്ത് അത്ര ഒന്നും നിങ്ങൾ വായിക്കണം കേട്ടോ. ഇങ്ങനെ കുറെ വായിച്ചു പോകാനുള്ള കാര്യങ്ങളാണ്. ഒരു പോയിന്റ് ആയിട്ട് പഠിക്കാനായിട്ട് കുറെ കഴിഞ്ഞിട്ടേ ഉള്ളൂ പിന്നെ ഭാഗങ്ങൾ വരുന്നത്. ശരി, താങ്ക് യു. Thank you. Have a nice day.